സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്തെ എല്ലാവരെയും ഹൃദയവേദനയോടുകൂടി ഞെട്ടിച്ച ഒരു വാർത്തയാണ് തിരുവനന്തപുരം അമ്പൂരിയിൽ രാജി എന്ന് പറയുന്ന സ്വന്തം ഇണയെ സ്വന്തം ഭർത്താവ് കൊലക്കത്തി കൊണ്ട് ക്രൂരമായി കൊന്നുകളഞ്ഞത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, പച്ചയായ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇതിന് മനസ്സിന് ധൈര്യവും ഈ കാണുന്ന മൃഗീയതയ്ക്ക് മനസ്സ് പാകപ്പെടുകയും ചെയ്യുന്നതെന്ന്. പലപ്പോഴും റോഡിലൊരു നായ അതിൻ്റെ തല പൊട്ടിയിട്ട് ആരോ കല്ലെടുത്തെറിഞ്ഞിട്ട് അത് പോകുന്നത് കാണുമ്പോൾ പോലും നമ്മുടെ ഹൃദയങ്ങൾക്ക് വേദനയും പ്രയാസവുമൊക്കെ ഉണ്ടാകും. ഇതിലേറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്, വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തയെന്ന് പറയുന്നത് സ്വന്തം ജീവിത പങ്കാളികളാണ്. പരസ്പരം ഒരുമിച്ച് സ്നേഹം പങ്കിട്ട് ജീവിച്ചിട്ട് 1.5 വർഷക്കാലമായി പിണങ്ങി പിരിഞ്ഞിരുന്നുവെങ്കിൽ, അവരെ സ്വസ്ഥമായങ്ങ് ജീവിക്കാൻ വിടുകയായിരുന്നുവെങ്കിൽ, മനസ്സിൽ പകയും വിദ്വേഷവും ശക്തമാകുമ്പോൾ മനുഷ്യൻ മൃഗമായി തീരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ചില സന്ദർഭങ്ങളിൽ വല്ലാത്ത വിഷം ചീറ്റുന്ന പകയും അസ്വാരസ്യങ്ങളുമാണ് ഇത്തരത്തിലുള്ള മനുഷ്യ ഹൃദയങ്ങളെപ്പോലും പിളർത്തിക്കളയുന്ന വേദനാജനകമായ കൊലപാതകങ്ങൾ. സ്വന്തം ഇണകൾ സ്നേഹവും കാരുണ്യവുമൊക്കെ പങ്കിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് പ്രവാസിയായ ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് അദ്ദേഹം തൻ്റെ ഭാര്യ രോഗിയാണെന്നറിഞ്ഞിട്ട് നാട്ടിൽ വന്ന് കുറച്ച് ചികിത്സകളൊക്കെ നടത്തിയിട്ട് അയാളുടെ രോഗം ഭേദമായി എന്ന് തോന്നിയപ്പോൾ അയാൾ വിദേശത്തേക്ക് വീണ്ടും അയാളുടെ ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിച്ച് 2ാമത്തെ ദിവസം തൻ്റെ ജീവിത പങ്കാളി ഈ ലോകത്തു നിന്ന് യാത്ര പറയുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ കഴിഞ്ഞില്ല. സ്വന്തം ഭാര്യയുടെ ശവസംസ്കാരം നടക്കുന്ന ആ വീഡിയോ മൊബൈലിൽ തൻ്റെ മകൻ വിദേശത്തിരിക്കുന്ന അച്ഛന് കാണിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ആ പിതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്നു. എൻ്റെ 3 മക്കളെ ഞാൻ വിദേശത്തായിട്ടും സ്നേഹത്തോടെ അവർ വഴിതെറ്റി പോകാതെ വളർത്തിയെടുത്ത എൻ്റെ ജീവിത പങ്കാളി. ഈ ഒരു സ്നേഹവും കാരുണ്യവും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മുടെ പുതിയ കാലത്തെ വിവാഹങ്ങൾ പലതും 2 മാസം 5 മാസം ഇങ്ങനെ നീളുന്ന വിവാഹങ്ങൾ. പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ വരുന്ന പകയും വിദ്വേഷവുമൊക്കെ വലിയ വലിയ കൊലപാതകങ്ങൾ. ഇന്ന് നമ്മൾ അമ്പൂരിയിൽ കണ്ട കൊലപാതകം മാത്രമല്ല, ഒരുപാട് കൊലപാതകങ്ങൾ ഇപ്രകാരം നാം കാണുന്നുണ്ട്. ഇവിടെയൊക്കെ പാവം സ്ത്രീകളാണ് ക്രൂരമായ കൊലക്കത്തിക്ക് വിധേയരാകുന്നത്. ഇവരെ ഈ സ്ത്രീകളെ കൊല ചെയ്യപ്പെടുന്ന ഈ മനുഷ്യർക്ക് അർഹമായ അതേ രൂപത്തിലുള്ള വധശിക്ഷ കിട്ടാത്തതുകൊണ്ട് ജയിലിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഭക്ഷണം കഴിച്ച് വീണ്ടും ഉല്ലസിച്ച് ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് വീണ്ടും ഇത്തരണത്തിലുള്ള അസ്വാരസ്യങ്ങളും കൊലപാതകങ്ങളിലും നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യരുടെ മനസ്സുകളിൽ സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ചെറിയ ഓലമേഞ്ഞ ഭവനങ്ങളാണെങ്കിൽ പോലും അതിനുള്ളിൽ സമാധാനവും ശാന്തിയും കളിയാടുകയുള്ളൂ. നമ്മുടെയൊക്കെ ഭവനങ്ങൾ ശാന്തിയും സമാധാനവും പകരുന്നതാകട്ടെ. നന്ദി.